ആരാകും UDF അധികാരത്തിൽ വന്നാൽ കേരളത്തിൻ്റെ ആ നിർദ്ദിഷ്ട മുഖ്യമന്ത്രി? ഇപ്പോൾ തന്നെ മാധ്യമങ്ങൾ ചർച്ച തുടങ്ങി കഴിഞ്ഞു. തുടങ്ങിയതല്ല, ചർച്ച ഏതാണ്ടൊക്കെ എൻ്റെ മൂർധന്യാവസ്ഥയിലാണ്. എല്ലാ തവണയും ഇങ്ങനെയാണ്. 2 ടൈം മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലേറ്റപ്പോഴും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമോ അതോ രമേശ് ചെന്നിത്തലയാകുമോ ആരാകുമെന്നൊക്കെ കൂലങ്കഷമായ ചർച്ചകളായിരുന്നു. അന്ന് വി ഡി സതീശൻ ചിത്രത്തിലുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനുണ്ട്. രമേശ് ചെന്നിത്തലയുണ്ട് മുൻ പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ പറയുന്നത് KC വേണുഗോപാൽ MP ഡൽഹിയിൽ നിന്നും തൻ്റെ AICC ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് വരുമെന്നാണ്. ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകും കേരളത്തിനെന്ന് രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞിട്ട് പോയി. അതിൻ്റെ അർത്ഥം പ്രിയങ്ക ഗാന്ധിയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് നീക്കം നടക്കുന്നു. അവർ അതിന് അതീവ തൽപരരാണ് എന്നൊരു സൂചനയും കേൾക്കുന്നു. എന്തായാലും ചർച്ചയ്ക്കൊരു പഞ്ഞവുമില്ല. ചർച്ചകൾ പല വിധത്തിൽ പോകുന്നുണ്ട്. KC വേണുഗോപാലിന് വേണ്ടി കൈപ്പത്തി പ്രതിഷ്ഠയുള്ള പാലക്കാട്ടെ ഒരു ക്ഷേത്രത്തിൽ ഒരു മുതിർന്ന സംസ്ഥാന കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിന് വേണ്ടി ചില വഴിപാടുകൾ വരെ നടത്തിയിരിക്കുന്നു. അത് KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് അവരോധിക്കപ്പെടാനാണെന്ന ചില അഭ്യൂഹങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും 83 മുതൽ 89 സീറ്റുകൾ വരെ നേടി UDF അധികാരത്തിലെത്തും. അതിൽ മെജോറിറ്റി സീറ്റുകളും കോൺഗ്രസിൻ്റെ തന്നെയാകും. തൊട്ടു പിന്നാലെ 22 സ്ഥാനാർത്ഥികൾ നിർത്തിയ മുസ്ലിം ലീഗിലെ ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും ജയിച്ച് നിയമസഭയിലേക്ക് എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. ഘടകകക്ഷികൾക്കും ഗണ്യമായ വിജയമുണ്ടാകുമെന്ന് സൂചനയുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും 2 മന്ത്രിമാരെ ആവശ്യപ്പെടാൻ തയ്യാറെടുക്കുന്നുവെന്ന് സൂചനകൾ വരുന്നു. അപ്പോഴാണ് ഇടുത്തി പോലെ മറ്റൊരു വാർത്ത. അത് ചില ഇടത് മാധ്യമ ക്യാപ്സുലുകൾ തയ്യാറാക്കി ഇറക്കിയതാണ്. 4-5 പേർ കോൺഗ്രസിനുള്ളിൽ UDFനുള്ളിൽ മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുമ്പോൾ ഇതാ തങ്ങൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അങ്ങോട്ട് വയ്ക്കുന്നു, വേണമെങ്കിൽ സ്വീകരിച്ചു കൊള്ളുക എന്ന് ലീഗുകാർ പറഞ്ഞത്രേ. PK കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ലീഗുകാർ ആവശ്യപ്പെട്ടെന്നാണ് മാധ്യമങ്ങൾ പടച്ചുവിടുന്ന മറ്റൊരു വാർത്ത. എന്തായാലും നട്ടലുള്ള പാണക്കാട് കുടുംബവും നട്ടലുള്ള ലീഗ് നേതൃത്വവും വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിരഞ്ഞെടുപ്പിന് മുമ്പ് 5ാം മന്ത്രി പദത്തിന് വേണ്ടി ആവശ്യമുന്നയിക്കില്ല, ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ആവശ്യമുന്നയിക്കില്ല, ഒരു വിവാദവും തങ്ങൾ ഉണ്ടാക്കില്ല, ടീം UDF കെട്ടുറപ്പോടെ മുന്നോട്ട് പോകുക. അതായിരുന്നു വി ഡി സതീശൻ്റെ ആവശ്യം. അതായിരുന്നു വി ഡി സതീശൻ്റെ ലീഗിനുള്ള അഭ്യർത്ഥന. അതുതന്നെയാണ് മുസ്ലിം ലീഗ് തിരഞ്ഞെടുപ്പ് കാലത്ത് അനുവർത്തിച്ചതും. അതുകൊണ്ട് തന്നെയാണ് ലീഗിന് ഇപ്പോൾ ധൈര്യമായി പറയാൻ കഴിയുന്നത്, തങ്ങൾക്കൊപ്പം തങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥികളെല്ലാം MLA ഉണ്ടാകും, 2 വനിതാ സ്ഥാനാർത്ഥികളും പുഷ്പം പോലെ വിജയിച്ചു വരുമെന്ന്. ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ലീഗ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ലീഗിന് അധിക മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. UDFിലെ 2ാമത്തെ ഘടകകക്ഷിയാണ്. കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ MLA ഉണ്ടാകുക ലീഗിലായിരിക്കും. സ്വാഭാവികമായും ലീഗിന് അർഹമായ പരിഗണന, പ്രാതിനിധ്യം എല്ലാം നൽകേണ്ടി വരും. അത് UDFിൻ്റെ കാര്യമാണ്. അത് UDF ചർച്ച ചെയ്ത് തീരുമാനിച്ചുകൊള്ളും. എന്തായാലും LDFിലെ AK ബാലൻ പറഞ്ഞത് എന്താണ്? കുഞ്ഞാലിക്കുട്ടിയായിരിക്കും മുഖ്യമന്ത്രി എന്ന്. അത് AK ബാലനല്ല തീരുമാനിക്കേണ്ടത്. ഇനി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി പദത്തിലേക്ക് അയോഗ്യനുമല്ല. അദ്ദേഹം എന്നും നമ്പർ 2 ആയിരുന്നു UDF സർക്കാരുകളിൽ. അതുകൂടി ഓർമ്മ വേണം. എന്തായാലും ആര് തന്നെ വന്നാലും അത് ആരൊക്കെ മന്ത്രിമാരാകണമെന്ന്, എത്ര മന്ത്രിമാരെ നൽകുമെന്ന് UDF തീരുമാനിക്കും. എത്ര മന്ത്രിമാരെ വേണമെന്ന് ലീഗിന് ആവശ്യപ്പെടാം. ഏതൊക്കെ MLA മന്ത്രിമാരാകണം ഇത്തവണയെന്ന് അതും ലീഗ് നേതൃത്വത്തിന് നിസ്സാരമായും തീരുമാനിക്കാം. ഈ ഒരു അവസ്ഥ വന്നിരിക്കെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ തമ്മിലടിയാണ് എന്ന തരത്തിൽ UDFിനുള്ളിൽ ഘടകകക്ഷി തമ്മിൽ വാക്ക് തർക്കമാണ് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി എന്ന തരത്തിൽ ഇപ്പോൾ വാർത്തകൾ പടച്ചുവിടുന്നുണ്ട് മാധ്യമങ്ങൾ. കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയൂ, അത് ഞങ്ങൾ UDF ചെയ്തു തരാം എന്നാണ് UDFിലെ മെയിൻ കക്ഷിയായ കോൺഗ്രസിനും ഘടകകക്ഷികൾക്കും ഇപ്പോൾ ഈ വിവാദമൊക്കെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന മാധ്യമങ്ങളോട് പറയാനുള്ളത്.